ഈ സാരി കണ്ടപ്പോഴേ എനിക്ക് ശരിക്കും മനസ്സിൽ വന്നത് ടസർ ഫിനിഷിൽ വന്നിരിക്കുന്നതാണെങ്കിൽ നമുക്ക് ഓണത്തിനൊക്കെ ആണെങ്കിൽ ഉടുക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലുക്കിനും ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വൈബ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ വരികയും ചെയ്യും. നമുക്ക് ആ ഒരു എന്താ പറയുക, ദി ഹോൾ അറ്റയർ വിൽ ലുക്ക് റിയലി ഗുഡ് ഫോർ ഓണം കോൺസെപ്റ്റ് ആസിൽ. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ ഈ ഒരു ടസർ ഫിനിഷിൽ തന്നെ ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. ആൻഡ് അതിനകത്ത് 2 പ്രിൻറ്റഡ് ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് സെക്കൻഡ് ലുക്ക് ആസ് ദ വീഡിയോ ഗോസ് ബൈ വി ക്യാൻ സീ. അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ. 1549 ആണ് 1 ലുക്ക് വരുന്നത്. ആൻഡ് ദിസ് വൺ ഇസ് ഓൾസോ 1549. അപ്പോൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള ലുക്കാണ്. അതിൻ്റെ ഒരു പ്രിൻറ്റ് വെച്ചിട്ടും അതിൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ വെച്ചിട്ടും ഒക്കെ നമുക്ക് ടസർ പോലെ വരുന്ന ആൻഡ് വെരി ലൈറ്റ് വെയ്റ്റ് സാരീസും കൂടെയാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസും നല്ല ഭംഗിയാണ് കേട്ടോ. ബ്ലൗസ് വന്നിരിക്കുന്ന കുഞ്ഞു ലോട്ടസ് ബഡ്സ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് പിങ്ക് ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്ത് ഈ ഒരു കളേഴ്സ് വെച്ചിട്ട് ഇറ്റ് ലുക്സ് സ്ലൈറ്റ്ലി ലൈക്ക് സെറി ആസ് വെൽ. അപ്പോൾ ഗോൾഡൻ സെറിയുടെ ലുക്ക് പോലെയും കൂടി അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ആൻഡ് പല്ലു ഫുള്ളായിട്ട് നല്ല ഫുൾ ബ്ലൂമിൽ നിൽക്കുന്ന ലോട്ടസ് ഡിസൈൻ. ആൻഡ് ബോഡിയിൽ ഫുള്ള് ലോട്ടസ് ബഡ്സ് ആൻഡ് ബോർഡറിൽ ഫുൾ ബ്ലൂ ലോട്ടസ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. KSV 141 എന്ന കോഡിലാണ് ഈ ഒരു ഫസ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ ആ ഒരു ബാക്കി കളേഴ്സൊക്കെ കാണാം. നല്ല പ്ലീറ്റ്സ് ആട്ടോ കിട്ടുക. ഇതിപ്പോൾ ഞാൻ അതിനകത്ത് മടക്കും കൂടി കയറി വന്നിരിക്കുന്ന കാരണമാണ്. അല്ലെങ്കിൽ നല്ല പ്ലീറ്റ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഒതുങ്ങി കിടക്കുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നൊരു മീഡിയം ലുക്കാണ്. ഒരുപാട് അങ്ങനെ അങ്ങ് പുഫിയായിട്ട് നിൽക്കത്തില്ല, ഭയങ്കര ഒട്ടി നിൽക്കത്തുമില്ല. ഒരു ഇൻ ബിറ്റ്വീനിൽ വരുന്ന ഒരു ലുക്ക് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. And this is the next shade. Green shade ആണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ബേസിക്കലി എൻ്റെ ഫുൾ ബേജ് കളറിലാണ് ബേസ് കളേഴ്സ്. അപ്പോൾ എല്ലാം ടസർ ലൈക്ക് ഫിനിഷിങ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബേജ് കളർ ഗോസ് വെൽ ഓൾസോ, ഗിവ്സ് യു ദ ടസർ ലുക്ക്. കൂടുതലായിട്ടും നമുക്കൊരു ടസർ ലുക്കിൻ്റെ അകത്ത് കിട്ടുന്ന അത് കാരണമാണ്. ബ്ലൗസിൽ വന്നിരിക്കുന്ന ബഡ്സ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഒന്ന് കുഞ്ഞു ബഡ്സാണ്. ആൻഡ് ഇതിനകത്ത് നമുക്കൊരു സബ്ലിമേഷൻ പ്രിൻറ്റിലാണ് ഇത് ഫുള്ള് ചെയ്തേക്കുന്നത്. ആൻഡ് ദെൻ അപ്പോൾ അത് ഗ്രീൻ ആയിരുന്നു. ഇനി നമുക്കൊരു ബേൺഡ് ആയിട്ടുള്ള ഒരു ടോണാണ്, ഒരു എന്താ പറയുക, ഒരു പീച്ചിൻ്റെ തന്നെ ഒരു ബേൺ ഷെയ്ഡ്, കുറച്ചൊരു ബ്രൗൺ ടോണിലോട്ട് പോയിട്ടുണ്ട്. കുറച്ച് ഒരു പീച്ചിൻ്റെ ബേൺ ഷെയ്ഡാണ്. ബ്രൗൺ ടിൻ്റ് ചെറുതായിട്ട് വരുന്നു എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ അകത്ത്. സോ ദിസ് ഇസ് ദി ലുക്ക്. ആൻഡ് വെയർ ചെയ്യുമ്പോൾ ഒരു ഭംഗി ഇതാണ്. ഉടുക്കാനൊക്കെ സുഖമുള്ള സാരീസാണ്. അപ്പോൾ even if it is for an elder crowd, you can actually wear the saree because it is lightweight. So then we have a ഗ്രേ ടോൺ വന്നിട്ടുള്ള ഒരു ഗ്രേൻ്റെ കൂടെ നമുക്ക് ചെറുതായിട്ടൊരു ബേജിൻ്റെ ബ്ലെൻഡും കൂടി വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. ആൻഡ് ദെൻ വി ഹാവ് ദി നെക്സ്റ്റ് ഡിസൈൻ. അപ്പോൾ അതിനകത്ത് സ്ലൈറ്റ് കളർ വേരിയേഷൻസ് ആയിരിക്കും കേട്ടോ അറിയാൻ പറ്റും. നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയാണ് കളേഴ്സ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് KSDയുടെ കോഡാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് കുഞ്ഞ് പ്രിൻ്റഡ് ഡിസൈനാണ് കേട്ടോ വന്നിരിക്കുന്നത്. കണ്ടോ, ഇതൊരു അബ്സ്ട്രാക്ട് ഫ്ലോറൽ ഡീറ്റെയിലിംഗ് പോലെയുള്ള ഒരു ലുക്കാണ്. ബ്ലൗസിനോട് നല്ല രസമാണ്. ഒരു ടെമ്പിൾ വീവിങ് പാറ്റേൺ പോലെയാണ് അതിൻ്റെ ബോർഡേഴ്സ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് നൈസ്. ഐ ലൈക്ക് ദ ബോർഡർ പാറ്റേൺ ആൻഡ് ഫുള്ളി ഒരു ആൽക്കഹോൾ ഇങ്ക് പെയിൻറ്റ് ചെയ്ത പോലത്തെ ഉള്ള ഒരു ലുക്കാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ആൽക്കഹോൾ പോലെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വാട്ടർ കളർ പോലെയും എന്ന് പറയാം, അതുപോലത്തെയുള്ളൊരു ലുക്കാണ്. ഫുള്ളി ബോർഡർ ത്രൂ ഔട്ടാണ് ആ പ്രിൻറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ നമുക്കത് ഉടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അപ്പർ പോർഷനിലൊക്കെ ഇങ്ങനെ കുറച്ചൊന്ന് ഫില്ലായിട്ട് നിൽക്കുകയും ചെയ്യും ആ പ്രിൻറ്റ്. ദിസ് ഇസ് ലൈക്ക് പിങ്ക്. അതിനകത്ത് ബ്ലെൻഡഡ് കളേഴ്സാണ്. ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ലുക്ക് അവിടെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പിങ്കിൻ്റെ ടോണാണ് എടുത്ത് നിൽക്കുന്നത് കേട്ടോ. പിങ്ക് ആൻഡ് ഓറഞ്ച് ടിൻ്റുള്ള ഒരു പിങ്ക് ഷെയ്ഡും കൂടെ ആയിട്ട് എടുത്ത് നിൽപ്പുണ്ട്. 1549 തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. ഇത് KSD 137 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഒരു യെല്ലോ ഓറഞ്ച് പിങ്ക് കോമ്പിനേഷനാണ്. സിമിലറാണ്. അതപ്പോൾ നമുക്ക് അപ്പോൾ പിക്ചേഴ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. യു ക്യാൻ ജസ്റ്റ് ഫിഗർ ഇറ്റ് ഔട്ട്. ആൻഡ് വിത്ത് ദിസ് ബ്ലൗസ് പീസ്, ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വിത്ത് സാരി. നല്ല രസമുള്ളൊരു കോമ്പിനേഷൻ.
ആൻഡ് ഗ്രേയിൽ തന്നെയാണ് എല്ലാത്തിൻ്റെയും ബോർഡർ വന്നിരിക്കുന്നത് കേട്ടോ. ഗ്രേ ഷെയ്ഡിൽ തന്നെ ഒരു വീവ് പാറ്റേൺ പോലെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കളറിൻ്റെ അകത്ത് വയലറ്റും കൂടി കയറി വന്നിട്ടുണ്ട്. വയലറ്റും പിങ്കും ഒരു ഗ്രീൻ ഷെയ്ഡും ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഡാർക്ക് ഗ്രീൻ ടോൺ ആയിട്ടുള്ള ഒരു ലുക്ക്. ആൻഡ് ഇതിൻ്റെ വെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ലുക്ക് വരുന്നത് ഇതാണ്. നല്ലൊരു ലുക്കാണ്, എനിക്കിഷ്ടപ്പെട്ടു. നമുക്കൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ പാലറ്റാണ്. എവറി ഡേ വെയറിന് പറ്റുന്ന സാരീസാണ് കേട്ടോ. നമുക്കിത് സെക്കൻഡ് ലുക്ക് സ്പെഷ്യലി നമുക്ക് ആ ഒരു എവറി ഡേ വെയറിനകത്ത് കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സിനകത്തൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ വി ഹാവ് ഇതിനകത്തും വയലറ്റിൻ്റെ വന്നിട്ടുണ്ട്, പക്ഷെ ചെറിയ വേരിയേഷൻ ഉണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, നമ്മളതിങ്ങനെ ക്ലോസറായിട്ട് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുള്ളൂ. ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക് ഓഫ് ഇറ്റ്. ഇതിനകത്ത് വയലറ്റും പിങ്കും യെല്ലോയുടെ ഒക്കെ തന്നെ ഒരു ടോൺസ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. ആൻഡ് ദെൻ വി ഹാവ് ഇതിനകത്ത് ഒരു പ്രിൻറ്റിൻ്റെ ഒരു കളേഴ്സൊക്കെ ഭയങ്കര, ഇത് കുറച്ച് വയലറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ മുന്നേ കണ്ടതിനെക്കാട്ടിലും വയലറ്റ് കൂടുതലായിട്ടുള്ള ഒരു ടോണിലാണ് നിൽക്കുന്നത്. സെയിം ബ്ലൗസ് തന്നെയാണ് അതിനകത്തൊക്കെ പെയർ ചെയ്തിരിക്കുന്നത്. KSDയുടെ ഡിഫറെൻറ്റ് കോഡ്സ് ആണ് കേട്ടോ. ഇത് എനിക്കൊന്ന് സിംഗിൾ കോഡിലാണ് ഇത് വന്നിരിക്കുന്നത്. 34, 35, 36 അങ്ങനെ പല കോഡ്സിലായിട്ടാണ് വന്നിരിക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട്, www.aham.store. ആൻഡ് ഇത് നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസാണ് കേട്ടോ. കാഷ്വൽ വെയറിന് പെർഫെക്റ്റ്. മാമിൻ്റെ കയ്യിൽ ഏത് ബേസ് ആയിരിക്കുന്നത്? സെമി ടെസർ എന്ന് എല്ലാവരും പറയാറുണ്ട്, എങ്കിലും ഗീച്ചയ്ക്കകത്ത് കാണുന്ന പോലത്തെ വീവിങ് പാറ്റേൺ വന്നിരിക്കുന്ന ട്രഡീഷണൽ കൊൽക്കട്ട വർക്ക്. ഗൗരിയുടെ കയ്യിലോ? എൻ്റെ കയ്യിൽ ടിഷ്യൂലാട്ടോ വന്നിരിക്കുന്നത്. ടിഷ്യൂവിൻ്റെ അകത്തും ഇതേപോലെ തന്നെ ട്രഡീഷണൽ കൊൽക്കട്ട വർക്കിൻ്റെ കൂടെ തന്നെ ഒരു കാന്തയുടെ ഒരു ഡീറ്റെയിലും കൂടെ കൊടുത്ത് ചെയ്തേക്കുന്നത്. കാന്തയും ബുള്ളിയൻ നോട്ടും എല്ലാം കൊൽക്കട്ടയുടെ തന്നെയാണ്. നക്ഷീകാന്ത അല്ലേ? അപ്പം ഇതിനകത്ത് ആക്ച്വലി ആ ഹെറിംഗ് ബോണിന്റെ ലുക്കും വന്നിട്ടുണ്ട്. അത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. യെസ്. അപ്പം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്നത് 2 ഡിഫറെൻറ്റ് സെറ്റ്സിലുള്ള അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സൽവാർ സെറ്റ്സ്. എൻ്റെ കൂടെ ഗൗരിയുടെ കൂടെ ഈ തവണ കളക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഗൗരിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഐ ലൈക്ക് ദാറ്റ് ഷീൻ. നമ്മുടെ കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ഗൗരി പറയുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റോറിൽ വരുന്ന കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ പറയാറുണ്ട്, കോട്ട ദുപ്പട്ടയാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ഒരു ഇതാണ്. ഒഫീഷ്യലും ആയിട്ടും അൺഒഫീഷ്യലായിട്ടും ഒക്കേഷൻ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ട് പോകുമ്പോഴും തട്ടമായിട്ട് യൂസ് ചെയ്യുമ്പോഴും ഒക്കെ ഷിഫോൺ ദുപ്പട്ടാസിനേക്കാളും പ്രിഫറൻസ് ഇതുപോലത്തെ ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഷിഫോൺ നല്ലതല്ല എന്നല്ല, ഷിഫോണിനകത്ത് ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഇച്ചിരി കൂടെ ക്രഷ്ഡ് ആയിട്ട് വരും. അപ്പം അതിലും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഫാബ്രിക്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടാലോ? എൻ്റെ കയ്യിൽ 3 കളേഴ്സാണ് ഉള്ളത്. ഗൗരിയുടെ കയ്യിൽ 4 ഷെയ്ഡ്സാണ്. ഞാൻ ഇന്ന് ഡാർക്ക് പാലറ്റാണ് പിടിച്ചേക്കുന്നത്. ലൈറ്റ് പാലറ്റുമാണ്. യെസ്. അപ്പം നമുക്കിന്ന് ഓരോന്നോരോന്നായിട്ട് കാണാം. ഫസ്റ്റ് ഞാനിപ്പോൾ ഈ പിടിച്ചിരിക്കുന്ന പീസ് അങ്ങ് ഓപ്പൺ ചെയ്ത് കാണിക്കാവേ. ഇതുണ്ടോ, ഫുൾ ഫ്രണ്ട് പോർഷനിൽ SBP 285 2599 ആണ്. വെയർ ആൻഡ് ടയറിന് പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രൈപ്പ് ചെയ്യാം. നല്ല ബോഡി ഷേപ്പായിട്ട് നിൽക്കും. സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് ഇത് ഇച്ചിരി ടൈറ്റ് ഫിറ്റിങ്ങിലൊക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് ആക്ച്വലി നല്ലൊരു ഫാബ്രിക്. അതായത് ബോഡി ഫിഗറിൽ കറക്റ്റായിട്ട് ഡാട്ടൊക്കെ ഇട്ട് ചെയ്താലും പെട്ടെന്നൊന്നും അങ്ങനെ പിഞ്ചി പോകത്തില്ല. പിന്നെ അയൺ ചെയ്യുമ്പോൾ മാത്രം സൂക്ഷിച്ച് ചെയ്യാന്നുള്ളതാണ്. സ്ലീവിലും അതുപോലെ വർക്ക് ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിട്ട് സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. ലേസി സ്റ്റിച്ചിൻ്റെ 4 ഡിഫറെൻറ്റ് കളേഴ്സ്, അല്ല 3 ഡിഫറെൻറ്റ് കളേഴ്സ്, 4 കളേഴ്സ് വരുന്നുണ്ട്. ആ ഒരു ഡാർക്ക് കളറും ഈ സെയിം ടോൺ, അതിൻ്റെ ഒരു ലൈറ്റർ ടോൺ, അതിൻ്റെയും ലൈറ്റർ ടോൺ. ഇവിടെയും അതുപോലെ തന്നെ 4 കളേഴ്സും വരുന്നുണ്ട്. ഇതിന്റെ വർക്ക് കുറച്ച് ഒന്ന് ക്ലോസറിൽ നോക്കിയ കേട്ടോ. ഹെറിംഗ് ബോൺ സ്റ്റിച്ചിന്റെയും ലോങ് ഹാർട്ടിയുടെയും ഫ്രഞ്ച് നോട്ടിന്റെയും ലേസി ഡേസിയുടെയും ഒരു കോമ്പിനേഷൻ വർക്കാണ്. ഹെവി ആയിട്ട് നിൽക്കുന്ന യോക്ക് ഡീറ്റെയിലിംഗ്, സറ്റൂൺ ഫാബ്രിക്കിന്റെ ടോൺ ടു ടോൺ കോമ്പിനേഷനിലുള്ള ബോട്ടം ആൻഡ് ഒരു ടോണും കൂടെ ലൈറ്റർ ആയിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ദുപ്പട്ട. ഫാബ്രിക്കിൽ വരുന്ന വ്യത്യാസമാണ്. പക്ഷേ ആ ഇതിനകത്ത് മാച്ച് ചെയ്ത് പോകുന്ന ലുക്കിൽ തന്നെയാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് കളർ പാലറ്റ്. ആൻഡ് എൻ്റെ 3 കളേഴ്സും കാണിച്ചിട്ട് നമുക്ക് ഗൗരിയുടെ കളർ കാണിക്കാം. ഇതാണ് ഫസ്റ്റ് ഡിസൈൻ. സെക്കൻഡ് ഡിസൈൻ വന്നേക്കുന്നത് ഗ്രീൻ ഷെയ്ഡ്. ഇതിനൊക്കെ ഉണ്ടല്ലോ ഒരു മെറ്റാലിക് സിൽക്കിൻ്റെ ടെക്സ്ചർ വരുന്നുണ്ട് അല്ലേ?
അത് ശരിക്കും ഒക്കേഷണൽ വെയർ ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ടസറിൻ്റെ ഒക്കെ ഉള്ള ഒരു ലുക്ക് നമുക്കതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല നെക്കുമാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് ഓപ്ഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ട് വന്നിട്ട് വേണമെങ്കിൽ ഒരു കുഞ്ഞ് ഓപ്പണിംഗ് പോലെ കൊടുത്ത് അതിൻ്റെ അകത്തൊരു ലെയറൊക്കെ കൊടുത്ത് മൾട്ടി കളറിന്റെ കാന്ത ലൈൻസ് കൊടുത്ത് ചെയ്യണമെങ്കിൽ ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ പിൻടെക്സ് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ സ്റ്റൈൽ കൊടുക്കാം. അല്ലെങ്കിൽ ഫേസിംഗ് പോലെ ആ ഷേപ്പ് തന്നെ കൊണ്ടുവന്നിട്ട് ഒരു ബട്ടൺ ഫിനിഷിംഗ് കൊടുക്കാം. റൗണ്ട് നെക്കിൽ ഫിനിഷ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കണമെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പാകത്തിന് സെയിം പാറ്റേണിൽ തന്നെ വന്നേക്കുന്ന ബോട്ടം ആൻഡ് ഇത് 2599 ആണ്. അത്രയും പ്രൈസ് റേഞ്ച് വരുന്നത് വർക്ക് കൊണ്ടാണ് കേട്ടോ. നല്ല ഹെവി വർക്കാണ് ഇത്. ഇങ്ങനത്തെ ഒരു വർക്ക് നമ്മൾ സ്റ്റോറിൽ ചെയ്യുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കാരണവശാലും നമുക്ക് വരാൻ പറ്റില്ല. ബിക്കോസ് അത് കാരിഗേഴ്സിനെ കൊണ്ട് ബൾക്കായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ എത്താൻ പറ്റുന്നത്. ദുപ്പട്ടയിലും അതേപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നല്ല ഷെയ്ഡ് അല്ലേ. ആൻഡ് അതിൻ്റെ വർക്ക് ഡീറ്റെയിലിംഗ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ. അകത്തെ ആ ത്രെഡ് വർക്ക് ഓരോ ലീഫിന് കൊടുത്തേക്കുന്നത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഷേപ്പിലാണ് ആ ലീഫ് വന്നേക്കുന്നത്. സ്നേഹത്തോടു കൂടി ചെയ്തിരിക്കുന്ന കാരിഗേഴ്സിന്റെ ആ സ്കില്ല് നമുക്ക് ആ ഒരു നല്ല പീസായിട്ട് വരണം എന്ന് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പറയല്ലേ, സ്നേഹത്തോടു കൂടി കുക്ക് ചെയ്താലേ നല്ല രുചിയായിട്ട് വരുള്ളൂ. അതുപോലെ നല്ല ഭംഗിയായിട്ട് വന്നേക്കുന്ന വർക്കാണ്. അപ്പം ഇതാണ് ഈ ഞാൻ എടുത്തു വെച്ചിരുന്ന ഡാർക്ക് പാലറ്റിലെ 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. ഇനി ഗൗരി എടുത്തേക്കുന്നത് കാണിച്ചു തരാം. ഗൗരി വേണമെങ്കിൽ ഇങ്ങോട്ട് വെച്ചോ, 1 by 1 ആയിട്ട് ഇവിടുന്ന് എടുത്തോ. 4 ഷെയ്ഡ് ഉണ്ടല്ലേ? 4 ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഇത് 2499 റേഞ്ചിലാണ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SBP 283 എന്ന കോഡിലാണ്. ഞാനൊന്ന് നോക്കിയേക്കാം. SBP 283 എന്ന കോഡിലാണ് വന്നേക്കുന്നത്. ഞാൻ പിടിച്ചിരുന്നത് 285 ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 2499. അതെ. ഇതിനകത്തും കുറച്ചൊരു കോൺട്രാസ്റ്റ് ടോൺ പോലെയായിരുന്നു വെച്ചാൽ പീച്ചാണ്. അപ്പോൾ പീച്ചിൻ്റെ ഡാർക്ക് ഷെയ്ഡ് ഓറഞ്ച് ഷെയ്ഡിലും പീച്ചിൻ്റെയും കോമ്പിനേഷനായിട്ട് ഇതിനകത്ത് മിററാണ് വന്നിരിക്കുന്നത്. വേറെ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ ഇതിനകത്ത് മിറർ വിത്ത് കച്ച് ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെയും ദുപ്പട്ട സെയിം തന്നെയാണ് ഗൗരി, സാറ്റിൻ ജോർജറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ. ആൻഡ് സറ്റൂൺ ഫാബ്രിക്കിൻ്റെ ബോട്ടം. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ്സ് ആണ് കേട്ടോ. ഇതിനകത്ത് സ്കാറ്റേർഡ് ആയിട്ട് വർക്ക് വരുന്നുണ്ട്. സ്ലീവിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ഫുൾ സ്ലീവ് വേണമെങ്കിലും കിട്ടും. ഒരു 3/4 സ്ലീവിലും കിട്ടും. അതുപോലെ തന്നെ ഒരു റിസ്റ്റ് വരെയൊക്കെ ഉള്ളൊരു സ്ലീവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത്രയും നമുക്ക് ചെയ്യാൻ പാകത്തിനാണ് വന്നേക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഗ്രീൻ. ഇതൊരു മെറ്റാലിക് ഷീനും കൂടെ ഉള്ളതാണ്. നല്ല റിച്ച് കളേഴ്സ് ആണ്. ഗോൾഡൻ ടിഷ്യൂലാണ് ചെയ്തേക്കുന്നത്. ഫ്ലപ്സ് വരുന്ന ഫാബ്രിക് ആണ് കേട്ടോ. അത് ലിനൻ്റെ അകത്തെയും ഒക്കെ ഒരു ഫീല് നമുക്ക് ഈ ഫാബ്രിക്കിനകത്ത് വരുന്നുണ്ട്. പക്ഷെ ലിനൻ ബേസ് അല്ല, ടിഷ്യൂ ബേസിനകത്ത് തന്നെ ചന്തേരി ഫിനിഷിംഗിൽ വന്നേക്കുന്ന ഒരു ഫാബ്രിക് അല്ലേ. കോട്ടൺ ലൈനിങ് ഇട്ടാ നമ്മളിപ്പോൾ രണ്ട് സെറ്റ്സും കോട്ടൺ ലൈനിങ്. നമുക്ക് പൊതുവേ നമുക്കറിയാം കേരള സാരീസിന്റെ മെറ്റീരിയലൊക്കെ ടിഷ്യൂ ബേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്ലബ് ഫേസിങ്ങിനകത്ത്, സ്ലബ് വീവിങ്ങിനകത്ത്, അത് ലിനനകത്താണ് നമ്മൾ കൂടുതലായിട്ട് സ്ലബ്സ് കാണുന്നത്. അതിനകത്ത് ടിഷ്യൂ വീവിങ് കൂടെ മേർജ് ചെയ്ത് വന്നേക്കുന്നതാണ്. എല്ലാം സിംഗിൾ ടോൺ ടു ടോൺ കോമ്പിനേഷനിൽ വന്നേക്കുന്ന സൂട്ട് സെറ്റ്സ് ആണ്. ആൻഡ് പേസ്റ്റൽ ചാർട്ടിൽ എനിക്ക് പേഴ്സണലി പേസ്റ്റൽ ചാർട്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണോന്ന് അറിയത്തില്ല, ആ കളർ പാലറ്റ് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. കളേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു പാലറ്റിൽ തന്നെ ഡിഫറെൻറ്റ് വർക്ക്സ് ഉള്ള കളക്ഷൻസ് നമുക്ക് ആക്ച്വലി അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ എല്ലാ ഓപ്ഷൻസും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വീഡിയോയിൽ കാണുന്നേക്കാളും കൂടുതൽ കളക്ഷൻസ് ഈ ഒരു കോഡിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വെറൈറ്റീസ് കാണാം. ഏകദേശം ഒരു 1999 മുതൽ ഒരു 28 ഉള്ളിൽ ഒത്തിരി നല്ല കളക്ഷൻസ്. SBPയുടെ സൽവാർ സെറ്റ്സ് നോക്കിയാൽ മതി. അതിന് എല്ലാം ടോൺ ടു ടോൺ ആണ്. അപ്പോൾ അത് കാരണം ഹൈറ്റ് ഇഷ്യൂ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇതിനകത്ത് വരില്ല കേട്ടോ. ആൻഡ് ഇതാണ് എൻ്റെ അടുത്ത കളർ, ലൈലാക്ക് ഷെയ്ഡ്. എൻ്റെ ദുപ്പട്ട ഒരു ഇച്ചിരി ലൈറ്റർ ഷെയ്ഡാണ് കേട്ടോ. അതെ, കുറച്ച് ലൈറ്ററായിട്ടാണ് നിൽക്കുന്നത്. അതിനകത്ത് ഡാർക്ക് ബ്ലൂ ടോണിലോട്ട് പോയേക്കുന്ന ത്രെഡും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കളേഴ്സ് നല്ല ഇത് ഷെയ്ഡഡ് യാൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഗ്രേഡ് ഷെയ്ഡഡ് യാൻസും കൂടെ ഒക്കെ ആക്ച്വലി ആ ബേസ് കളറിനകത്ത് ഒരു ബ്ലൂയിഷ് ടിന്റ് ഉണ്ട്. ആ ബ്ലൂയിഷ് ടിന്റും ഗ്രേയും കൂടെ മേർജ് ചെയ്തിട്ടാണ് അതിന്റെ വർക്ക് വന്നേക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട ഒന്നും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം കേട്ടോ, ഫോട്ടോ എടുക്കുന്നതിന് മുമ്പായിട്ട്. ഗൗരി ഒന്ന് പോൾ ഭയ്യ ഇസ്കാ ദുപ്പട്ട एक बार ചെക്ക് करके ഫോട്ടോ लेना. ഇത് ആക്ച്വലി ഇതിൻ്റെ ദുപ്പട്ടയാണോ അതിന് വേറെ ഏതെങ്കിലും കളർ പാലറ്റിലെ ദുപ്പട്ടയാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഓൾമോസ്റ്റ് ആ സെയിം ടോണിൽ തന്നെയായിരിക്കും ദുപ്പട്ട വരുന്നത്. ബോട്ടത്തിൻ്റെ മാച്ചിങ് ആയിട്ടായിരിക്കും അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ കണ്ടിരുന്നത് ഗ്രീൻ ആണെങ്കിൽ ഇപ്പോൾ വരുന്നത് ടീലാണ്.
ടീലിനൊരു യെല്ലോ ചിന്തും കൂടെ വരും, കാരണം ഗോൾഡൻ ഇത് വരുന്നത് കാരണം. ചില ഷെയ്ഡ്സിൻ്റെ അത് കുറച്ച് കൂടുതലായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട കറക്റ്റായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ആൻഡ് ബോട്ടം. അപ്പോൾ ഇത് 2499, മുന്നേ കണ്ട കളക്ഷൻ 2599, ഇത് 2599. അപ്പോൾ അത് വർക്കിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടുള്ള 285, 283. പേസ്ലീസ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നമ്മളത് ഒരുപാട് ഡിസൈൻസിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണെങ്കിലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുമ്പോഴത്തേക്ക് ഇതിൽ ക്യാച്ചർ ഐസിലേക്ക് നമ്മളൊന്ന് അറ്റൻഷൻ അങ്ങോട്ട് കൊടുക്കും. സോ വി ഹാവ് സം ബ്യൂട്ടിഫുൾ കളക്ഷൻ. ഇന്ന് ഞാൻ 2 ലുക്സ് ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നൊരു ബോർഡർ വരുന്നുണ്ട്, പിന്നെ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ബോർഡർ ആയിട്ടുള്ള ഒരു ലുക്ക്. കോട്ടൺ സാരീസ്, വെരി കംഫർട്ടബിൾ ഫോർ എവറി ഡേ ലുക്സിനാണ്. ആൻഡ് അത് സ്റ്റൈലിഷ് ആയിട്ടുള്ള സാരീസാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നല്ല പ്യുവർ കോട്ടൺ സാരീസിൻ്റെ ഒരു കളക്ഷനാണ്. ആൻഡ് ബ്ലൗസൊക്കെ റണ്ണിങ്ങിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. സോ ലെറ്റ് സി വൺ ബൈ വൺ. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് 3 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 1569 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. 3ഉം നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഡാർക്ക് ചിക്കുവിൻ്റെ അകത്ത് 2 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഒന്ന് ബ്ലാക്കിൽ പേസ്ലി, ആൻഡ് ദെൻ വി ഹാവ് ദിസ് ജോമെട്രിക് വീവിങ് പാറ്റേൺ ആൻഡ് ഒരു മെറൂൺ യാൻസും കൂടി അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഇൻസൈഡ് പോർഷൻ. നോക്കുമ്പോൾ ഇത് മെറൂൺ എന്ന് പറയുമ്പോൾ ഒരു പിങ്ക് ചേർന്നിട്ടുള്ള മെറൂണിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. വെരി നൈസ് സാരീസ്. ആൻഡ് ഇതാണ് എൻ്റെ ഫസ്റ്റ് ലുക്ക് വരുന്നത്. റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. അപ്പോൾ കോട്ടൺ സാരീസാണ്. സ്റ്റാർച്ച് ലെവൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വി ക്യാൻ ആക്ച്വലി ഡു ഇറ്റ്. But still it's going to be stiffer for the first time when you're wearing it. And നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അതിനകത്ത് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിനകത്ത് ഫുൾ ബ്ലാക്കാണ് കേട്ടോ, അല്ലേ? ഫുൾ ബ്ലാക്കാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത്. ഇതിനകത്ത് നെക്സ്റ്റ് ഓപ്ഷനകത്ത് ഫിസി യു ക്യാൻ സീ സ്മോൾ ജോമെട്രിക്കൽ പേസ്ലീസ് ദി അപ്പർ പോർഷൻ ആൻഡ് ലോവർ ബോർഡറിൻ്റെ അടുത്തായിട്ടാണ് ഒരു ബിഗർ പേസ്ലീസ് വന്നിരിക്കുന്നത്. ആൻഡ് സെയിം ജോമെട്രിക് പാറ്റേണിൽ തന്നെയാണ് എൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ ഫുള്ള് വന്നിരിക്കുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് അത് കാണുമ്പോൾ. ആൻഡ് ബ്ലൗസ് വന്നിട്ട് നമുക്ക് സെയിം റണ്ണിങ്ങിൽ തന്നെ വിതൗട്ട് എനി ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്തും 2 ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പേസ്ലീസ് ഇങ്ങനെ പോകുന്നുണ്ട്. ഫുൾ സാരിയിലും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പർ പോർഷനിൽ നമുക്കത് കുറച്ചും കൂടി ക്ലോസർ ആയിട്ടാണ് ആ ഒരു വീവിങ് സ്റ്റൈൽ വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ലൈക്ക് എ വെരി മാറ്റ് ഗ്രീൻ, ഒരു ലീഫിൻ്റെ ഗ്രീൻ ഷെയ്ഡാണ്, പക്ഷെ ചെറിയൊരു ഡെപ്തും കൂടെ വന്നിട്ടുള്ള ഒരു ടോണിലാണ് വന്നിരിക്കുന്നത്. ഇത് UDF 102 എന്ന കോഡിലാണ് അത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഡബിൾ ഷെയ്ഡാണ് കേട്ടോ. ഓൾവേസ് ലൈക്ക് ദീസ് ഡബിൾ ഷെയ്ഡ്സ്. എപ്പോഴും കോട്ടൺസിൻ്റെ അകത്ത് ഡബിൾ ഷെയ്ഡ് വരുമ്പോഴൊരു ഭംഗിയാണ്. ചിക്കു ആൻഡ് റാണി പിങ്ക് ആണ് ഒരു സൈഡിലായിട്ട് വന്നിരിക്കുന്നത്. രണ്ടും കൂടി ചേർന്നിട്ട് നല്ലൊരു ഓറഞ്ചും പിങ്കും ആയിട്ടുള്ള ഒരു ടിൻ്റൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. ദിസ് ഇസ് പ്രിറ്റി. സോ ഇത് ഫുള്ള് ബ്ലാക്ക് തന്നെയാണ് ആ പേസ്ലി വീവിങ് സ്റ്റൈലിൽ വന്നിരിക്കുന്നത്. വേറെ ചെയ്യുമ്പോൾ ഉള്ളൊരു ലുക്ക് ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചിക്കു ഗ്രീൻ ആൻഡ് ഡബിൾ ഷെയ്ഡ് ഓഫ് പിങ്ക് ആൻഡ് ചിക്കു, ഇതാണ് എൻ്റെ കോമ്പിനേഷൻസ്. നെക്സ്റ്റ് ഒരു 2 ലുക്കും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു സ്ട്രൈപ്പ് ഡീറ്റെയിലിങ്ങും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതും പേസ്ലി ആണ്. എന്ത് രസമുള്ള സാരിയാട്ടോ. ഭയങ്കര എല്ലാം നല്ല രസമുള്ള സാരീസാണ്. പ്രാവശ്യം കുറച്ചധികം കോട്ടൺസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയുള്ള ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഡിസൈൻ. നമുക്കിനി അത് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് ഐ തിങ്ക് ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഐ തിങ്ക് യു സോ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇറ്റ്. ഇത് ഫുൾ പേസ്ലീസ്. അപ്പോൾ ഇത് നോക്കി എന്ത് ഭംഗിയാണ് അതിൻ്റെ ബ്ലൗസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. ഫുള്ളി വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോഴത്തേക്ക് ഈ ഒരു ലുക്ക് വരും. നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. അപ്പോൾ പല്ലുവിൽ ബിഗ് പേസ്ലി മോട്ടീവ്സ് ആൻഡ് ഒരു swirl പോലത്തെ ഉള്ള ഒരു പാറ്റേൺ ഇൻ 2 ഷെയ്ഡ്സ്, ബർഗൻഡി ആൻഡ് പിങ്ക്. ആൻഡ് ആ ഒരു ബർഗൻഡി ആൻഡ് പിങ്കിൽ തന്നെയാണ് ഇതിൻ്റെ ബോഡിയിൽ വന്നിരിക്കുന്ന പേസ്ലിയും ഫുള്ളി വീവ് ചെയ്തേക്കുന്നത്. അല്ല ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈലിൽ വന്നിട്ടുള്ള പേസ്ലി പാറ്റേൺ അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഗ്രീൻ ആൻഡ് ഒരു ലൈറ്റ് ഗ്രീൻ, ഒരു ഡൾ ഗ്രീനിൻ്റെ കൂടെ ഒരു മെഹന്തി പോലത്തെ ഉള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് എൻ്റെ ബോർഡറിൽ വന്നിരിക്കുന്നത്. സോ ദിസ് വിത്ത് ബോർഡർ നല്ലൊരു പോപ്പ് ഔട്ട് ആയിട്ട് ആ ഒരു പിങ്ക് ഷെയ്ഡ് അതിനകത്ത് വന്നിട്ടുമുണ്ട്. ഇത് UDF 110 എന്ന കോഡിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 2289 ആ പ്രൈസ് റേഞ്ച്. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ വരുന്നുണ്ട്. ബ്ലൗസും ഒക്കെ നല്ല ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ദിസ് വൺ.
ഇതൊരു ഗ്രേ ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ആക്ച്വലി ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഇറ്റ്സ് ലൈക്ക് ഗ്രേ എന്ന് പറയുമ്പോൾ യൂഷ്വലി നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ മിക്സ് ആണല്ലോ. ഇതിനകത്ത് ഈ ഒരു ബേജിൻ്റെ കൂടെ ബ്ലാക്ക് ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് ഒരു ബേജ് ടിൻ്റ് അവിടെ വരുന്നുണ്ട്. ഫുൾ സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ബർഗണിയും പിങ്കും തന്നെയാണ് അതിൻ്റെ ഓപ്ഷൻസ് കൂടെ വന്നിരിക്കുന്ന ആ ഒരു ഷെയ്ഡ്സും. അപ്പോൾ നല്ല രസമുള്ള സാരീസാണ്, കോട്ടൺ സാരീസ്. യു ഹാവ് ടു ഗെറ്റ് വൺ ഓഫ് ദീസ് ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ബി പെർഫെക്റ്റ് ഫോർ യുവർ ഓഫീസ് വെയർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ആക്ച്വലി ക്യാരി ചെയ്യാൻ ഭയങ്കര ഭംഗിയുള്ള സാരീസാണ് കേട്ടോ. അപ്പോൾ UDF 102 and 110.